കോതമംഗലം നിയമസഭാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തിറങ്ങുന്നു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടി വിഷയം കോതമംഗലത്ത് സജീവ ചർച്ചയായി. അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങളുണ്ട്. ഷമീർ പനക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും വിമർശനമുണ്ട്. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു പോളും ഷമീർ പനക്കലിന്റെ നടപടിയെ ചോദ്യം ചെയ്തു. കോതമംഗലം നിയമസഭാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം നിരവധി നേതാക്കൾ പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ചു വരികയായിരുന്നു. ഇതിനു പിന്നാലെയാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രമുഖ നേതാക്കൾ തന്നെ ആവശ്യം പരസ്യമായി ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് TM അമീന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് തന്നെ പരോക്ഷ പോസ്റ്റുമായി രംഗത്തു വന്നതോടെ ചർച്ച ചൂടുപിടിച്ചിരിക്കുകയാണ്. കോതമംഗലം സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഉദ്ദേശം വ്യക്തമാകുന്ന പോസ്റ്റാണ് ഷമീർ പനക്കലിൻ്റേത്. ഈ പോസ്റ്റിന് കീഴിൽ സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യത്തെ അനുകൂലിച്ചും എതിർത്തും നിരവധി കമന്റുകളാണ് വരുന്നത്. അനുകൂലിച്ചുള്ളതാണ് കമന്റുകളിലേറെയും. കോതമംഗലത്തെ പ്രമുഖ നേതാക്കളടക്കം പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുമുണ്ട്. UDF വേദികളിൽ ഉന്നയിക്കേണ്ട ആവശ്യം പരസ്യമായി ഉന്നയിച്ച് വിഴുപ്പലക്കലിന് സാഹചര്യം സൃഷ്ടിച്ചുവെന്ന ആക്ഷേപം ഷമീർ പനക്കലിനെതിരെയും ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസുകാർക്കടക്കം ഈ വിമർശനമുണ്ട്. LDFനെ സഹായിക്കാനുള്ള പോസ്റ്റാണോ എന്നും ചിലർ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബാബു പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി തന്നെ ഷമീർ പനക്കലിന്റെ നടപടിയെ ചോദ്യം ചെയ്തു. പാർട്ടിയുടെ ചിഹ്നത്തെ അധിക്ഷേപിച്ചുവെന്ന ആരോപണവും അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ 3 തവണയായി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് UDFന് വേണ്ടി കോതമംഗലത്ത് മത്സരിക്കുന്നത്. അതിൽ 2 തവണയും തോൽവിയാണുണ്ടായത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന വാദമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. കുത്തക മണ്ഡലം മൂന്നാമതൊരിക്കൽ കൂടി നഷ്ടപ്പെടുന്നത് ചിന്തിക്കാനാവുന്നതല്ലെന്ന് നേതാക്കൾ പറയുന്നു. കേരള കോൺഗ്രസിന് മറ്റൊരു സീറ്റ് നൽകി കോതമംഗലം ഏറ്റെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്നാൽ കോതമംഗലത്ത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെയെന്നാണ് നിലവിലെ സൂചന. ഷിബു തെക്കുംപുറം തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകും. മൂവാറ്റുപുഴയോ പെരുമ്പാവൂരോ മാത്രമാണ് ജില്ലയിൽ കേരള കോൺഗ്രസിന് വിട്ടു നൽകാൻ കഴിയുന്ന സീറ്റുകൾ. ഇത് രണ്ടും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. സ്വാഭാവികമായും സീറ്റ് കൈമാറ്റത്തിനെതിരെ അവിടങ്ങളിൽ ശക്തമായ എതിർപ്പ് ഉയരും. അത് കൂടുതൽ പ്രശ്നങ്ങൾക്കാകും വഴി തുറക്കുക. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലേതെന്ന പോലെ വെറുമൊരു അധരവ്യായാമമായി ഇത്തവണയും സീറ്റ് മാറ്റ ചർച്ച അവസാനിക്കും എന്നാണ് വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും വിലയിരുത്തൽ. GTV ന്യൂസ്, കോതമംഗലം.